അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 89 സങ്കീർത്തനമാണ്. എസ്രാഹിനായ ഏതാൻ എഴുതിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 89 സങ്കീർത്തനം. ഏതാൻ ഒരു പാട്ടെഴുത്തുകാരൻ അഥവാ സോങ് റൈറ്റർ ആയിരുന്നുവെന്ന് പറയപ്പെടുന്നു. തന്നെയുമല്ല, 1 രാജാക്കന്മാർ 4 അധ്യായം 31 വാക്യത്തിൽ എസ്രാഹിനായ ഏതാൻ്റെ ജ്ഞാനത്തേക്കാൾ ശലോമോൻ്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ എസ്രാഹിനായ ഏതാൻ ഒരു ജ്ഞാനിയായിരുന്നുവെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. യഹൂദന്മാരോടുള്ള ദൈവത്തിൻ്റെ നിയമമാണ് അഥവാ എഗ്രിമെൻ്റാണ്, നിങ്ങൾ എൻ്റെ പ്രമാണം അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ളത്. ദൈവം എന്ത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിവർത്തിക്കുവാൻ അവൻ ശക്തനാണെന്ന് ഏതാൻ സമർത്ഥിക്കുന്നത് 89 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഹിപ്പാർക്കസ് എന്ന ഗ്രീക്ക് വാന നിരീക്ഷകൻ 850 നക്ഷത്രങ്ങൾ ക്രിസ്തുവിന് ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പ് എണ്ണി എന്ന് പറയപ്പെടുന്നു. 300 വർഷത്തോളം ലോകം അത് വിശ്വസിച്ചു. എന്നാൽ ഗലീലിയോ ദൂരദർശിനി കണ്ടെത്തിയപ്പോൾ ഏകദേശം 10,000 ലക്ഷം നക്ഷത്രങ്ങളുള്ള കോടിക്കണക്കിന് ഗാലക്സികളാണ് കണ്ടെത്തിയത്. ഇന്നുവരെ കണ്ടെത്തുവാൻ കഴിയാത്ത നക്ഷത്ര ഗാലക്സികൾ എത്രയോ അധികമായിരിക്കുമെന്ന് നാം ചിന്തിക്കുകയാണ്. ഇങ്ങനെയുള്ള ചിന്തകളാണ് 89 സങ്കീർത്തനത്തിൽ കൂടി സങ്കീർത്തനക്കാരൻ നമുക്ക് തരുന്നത്. ഈ സങ്കീർത്തനം 2 കാര്യങ്ങൾ പ്രധാനമായി നമ്മോട് ചർച്ച ചെയ്യുന്നു. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ ശക്തിയും ശ്രേഷ്ഠതയുമാണ്. രണ്ടാമത്തേത് ദൈവസ്നേഹവും ദൈവസ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്ന ബാലശിക്ഷയുമാണ്. ദൈവത്തിൻ്റെ ശക്തിയും ശ്രേഷ്ഠതയും ഒന്നാമതായി നമുക്ക് പരിശോധിക്കാം. 89 സങ്കീർത്തനം 6 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്വർഗത്തിൽ യഹോവയോട് സദൃശനായവൻ ആർ? ദേവപുത്രന്മാരിൽ യഹോവയ്ക്ക് തുല്യനായവൻ ആർ? ഭൂമിയിലെ കാര്യങ്ങളല്ല നാം കേട്ടത്, സ്വർഗത്തിലെ കാര്യങ്ങളാണ്. സ്വർഗത്തിലെ ഒരു ദൂതൻ 1,85,000 അശ്ശൂർ പട്ടാളക്കാരെ കൊന്നു എന്ന് 2 രാജാക്കന്മാർ 19 അധ്യായം 35 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് അവിടെ 1,85,000 പട്ടാളക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഭൂമിയിൽ ഇപ്പോൾ ഉള്ളതും 6 ദിവസ യുദ്ധം കൊണ്ട് അറബി രാജ്യങ്ങളെ മൊത്തം പരാജയപ്പെടുത്തി കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ വലിയൊരു ഭൂപ്രദേശം കൈവശമാക്കിയതുമായ അതേ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാൻ വന്ന ആ കാലത്തെ പ്രഗത്ഭരും ശക്തരുമായ അശ്ശൂർ പട്ടാളക്കാരെയാണ് ഒരു ദൂതൻ ഒറ്റയ്ക്ക് സംഹരിച്ചത്. 1,85,000 എന്നത് 100 കോടി പട്ടാളക്കാർ 100,000 കോടി ആറ്റം ബോംബ് പിടിച്ചുകൊണ്ട് നിന്നാലും ദൈവത്തിൻ്റെ ഒരു ദൂതൻ മാത്രം മതിയാകും അവരെ മൊത്തം നശിപ്പിക്കുവാൻ. ദൈവത്തിൻ്റെ ചെറിയ ഒരു ദൂതൻ്റെ കഴിവ് നമുക്ക് മനസ്സിലാക്കുവാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ദൂതനെപ്പോലെ കോടാനുകോടി ദൂതന്മാർ ദൈവത്തിനുണ്ട്. ആ ദൂതന്മാരിൽ ചിലർ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ അവരുടെ വാസസ്ഥലം വിട്ടുപോയപ്പോൾ ദൈവം അവർക്ക് വേണ്ടിയും അവരുടെ നേതാവായ ലൂസിഫറിന് വേണ്ടിയും ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് നരകം എന്ന്. യൂദായുടെ പുസ്തകം 6 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി അഥവാ അന്ത്യ ന്യായവിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ദൂതന്മാർ എല്ലാവരും വീണുപോയ ദൂതന്മാർ എന്ന പേരിലാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇവർക്കല്പം കഴിവുകളും ശക്തികളുമൊക്കെ ഉണ്ട്. കാരണം ദൈവം കൃപാവരങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നില്ല എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 29 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഗോഡ് ഡസ് നോട്ട് ടേക്ക് ബാക്ക് ഹിസ് ഗിഫ്റ്റ്, ഹി ഡസ് നോട്ട് ചേഞ്ച് ഹിസ് മൈൻഡ് അബൌട്ട് ദോസ് ഹി ഹാസ് ചോസൻ എന്നാണ്. അതുകൊണ്ട് തന്നെ വീണുപോയ ദൂതന്മാരിൽ ദൈവം ദാനമായി കൊടുത്ത കഴിവുകൾ ഇന്നും നിലനിൽക്കുന്നു എന്നതിനാൽ ആ കഴിവ് ഉപയോഗിച്ച് ചില ചപ്പടി വിദ്യകൾ കാണിച്ച് തങ്ങൾ ദൈവങ്ങൾ ആണെന്ന് അവകാശപ്പെട്ട് ഭൂമിയിലെങ്ങും മനുഷ്യരെ ഭയപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ ആരാധന കൈവശമാക്കുന്നു. വീണുപോയ ദൂതന്മാരുടെ കഴിവ് നാം കണ്ടു. അശ്ശൂർ പട്ടാളക്കാരെ കൊന്ന ദൂതൻ്റെ കഴിവും നാം കണ്ടു. ഇവർക്കൊക്കെ ഈ കഴിവ് കൊടുത്ത കോടാനുകോടി ദൂതന്മാരെയും എണ്ണിക്കൂടാത്ത അത്ര നക്ഷത്രങ്ങളെയും മനുഷ്യരെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശക്തിയും കഴിവും നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല
എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറഞ്ഞത്, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല എന്ന്. 131 സങ്കീർത്തനം 1 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം വിശുദ്ധന്മാരുടെ അഥവാ ദൂതന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനുമാകുന്നു. ഇവിടെ ഭയങ്കരൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധിയിൽ അതിഭയങ്കരൻ എന്നാണ്. മാന്യതയിൽ അതിഭയങ്കരനാണ് ദൈവം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ, പാപികളെ സ്നേഹിക്കുന്നതിൽ അതിഭയങ്കരനാണ് ദൈവം. കരുണ കാണിക്കുന്ന കാര്യത്തിലാണെങ്കിലും, സഹായിക്കുന്ന കാര്യത്തിൽ ആയാലും, ആശ്വസിപ്പിക്കുന്ന കാര്യത്തിൽ ആണെങ്കിലും, സൗഖ്യം കൊടുക്കുന്ന കാര്യത്തിൽ ആണെങ്കിലും ഈ യേശുവിനെ പോലെ അഥവാ യഹോവയാ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല എന്ന് സാരം. അതാണ് ഭയങ്കരൻ എന്ന വാക്കുകൊണ്ട് നാം അർത്ഥമാക്കേണ്ടത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. നഹൂം പ്രവചനം 1 അധ്യായം 8 വാക്യത്തിൽ അവസാന ഭാഗത്ത് അവൻ തൻ്റെ ശത്രുക്കൾ അന്ധകാരത്തിൽ പിന്തുടരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവയ്ക്കെതിരെ പാപം ചെയ്ത് ജീവിക്കുന്നതിൽ സന്തോഷിക്കുന്നവരെ ദൈവം ബുദ്ധി ഉപദേശിക്കുവാനാണ് ഭൂമിയിൽ അനേകം സുവിശേഷകന്മാരെ നിയമിച്ചിരിക്കുന്നത്. കാരണം പാപം മനുഷ്യന് വീണുപോയ ദൂതന്മാരുടെ അവകാശമായ നരകത്തിൽ എത്തിക്കുമാറാക്കുന്നു. അതിൽ നിന്നും ജനത്തെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. ഇനി നാം ചർച്ച ചെയ്യുവാൻ തുടങ്ങുന്നത് ദൈവസ്നേഹത്തെയും അതിലടങ്ങിയിരിക്കുന്ന ബാലശിക്ഷയെയും കുറിച്ചാണ്. നീതിയും ന്യായവും ദയയും വിശ്വസ്തതയും എല്ലാം ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളാണ്. കാന്തത്തിന്മേലിരിക്കുന്ന ഇരുമ്പിന് കാന്തത്തിൻ്റെ ആകർഷിക്കുവാനുള്ള കഴിവ് ഉണ്ടാകുന്നത് പോലെ ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളായ നീതി, ന്യായം, ദയ, വിശ്വസ്തത എന്നിവ ഉണ്ടായിരിക്കും. മീൻ വിൽപ്പന നടത്തുന്ന വ്യക്തികളെയും മീൻ കറി വയ്ക്കുവാൻ മീൻ ഒരുക്കുന്നവരെയും സ്വാഭാവികമായും മീനിൻ്റെ മണമുണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. എന്നതുപോലെ തന്നെ മുല്ലപ്പൂ കൈകളിലെടുക്കുന്ന വ്യക്തികളെ മുല്ലപ്പൂവിൻ്റെ മണമുണ്ടാകും. ഇതുപോലെ തന്നെ യേശുവുമായി അടുത്ത് ഇടപെടുന്നവർക്ക് യേശുവിൻ്റെ ഗുണവിശേഷങ്ങൾ ഉണ്ടാകും. സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും സഹായിക്കുവാനും മനസ്സലിവ് കാണിക്കുവാനും യേശുവിന് കഴിഞ്ഞിരുന്നു. അവൻ്റെ വായിൽ നിന്നും ലാവണ്യ വാക്കുകളാണ് പുറത്തു വന്നത്. യേശുവുമായി അടുത്ത് ഇടപെടുമ്പോൾ നിശ്ചയമായും നമ്മിൽ നിന്നും അപ്രകാരമുള്ള സ്വഭാവം വെളിപ്പെടുമെന്നതിന് യാതൊരു സംശയമില്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അഥവാ പാപികളെ സ്നേഹിച്ചു എന്നാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3 അധ്യായം 16 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതും വേദന അനുഭവിച്ചതും നിന്ദിക്കപ്പെട്ടതും അവമാനിക്കപ്പെട്ടതും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപവും ശാപവും യേശു തൻ്റെ ശിരസിന്മേൽ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ കയറി. യേശുവിനെ എന്തിനു വേണ്ടി ക്രൂശിക്കുന്നുവെന്ന് കൃത്യമായ അറിവ് യഹൂദന്മാർക്കോ പീലാത്തോസിനോ യേശുവിനെ ഉപദ്രവിച്ച റോമൻ പടയാളികൾക്കോ ഉണ്ടായിരുന്നില്ല. മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് യേശു അവരുടെ പാപങ്ങളിൽ കൂട്ടാളിയാകുവാനോ അവരുടെ ദുഷ്പ്രവൃത്തികൾ അംഗീകരിക്കുവാനോ തയ്യാറാകാതെ അവരെ പരസ്യമായി ശാസിക്കുന്നു എന്നതിനാലും യേശു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ ഒന്നും അവർക്ക് ചെയ്യുവാൻ കഴിയാതിരുന്നതിനാലും യേശു അധികാരത്തോടെ ദൈവിക കാര്യങ്ങൾ പ്രസംഗിക്കുന്നത് പോലെ അവർക്ക് കഴിയാത്തതിനാലും യേശു പാപികളെ കൈക്കൊണ്ട് അവരോട് കരുണ കാണിക്കുന്നത് പോലെ കരുണ കാണിക്കുവാനും യേശു സകലരോടും ക്ഷമിക്കുന്നത് പോലെ അവർക്ക് ക്ഷമിക്കുവാൻ കഴിയാത്തതിനാലും ആണ്. തന്നെയുമല്ല അവർ പറയുകയാണ് ജനമെല്ലാം യേശുവിൻ്റെ പിന്നാലെ പോകുന്നുവെന്ന്. നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നതുമില്ല എന്നാണ് അവർ പറയുന്നത്. അതിനാൽ യേശുവിനോടുള്ള അസൂയ കൊണ്ടാണ് അവർ യേശുവിനെ ഏൽപ്പിച്ചത് എന്ന് പീലാത്തോസിന് പോലും മനസ്സിലായി. അതുപോലെ തന്നെ യേശുവിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല. യേശുവിനെ ഉപദ്രവിച്ച റോമൻ പട്ടാളക്കാർക്കും യേശുവിനെതിരെയുള്ള തെറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ യാഥാർത്ഥ്യം ദൈവാത്മാവിൽ നിറഞ്ഞ ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ മനസ്സിലാക്കുകയും യെശയ്യാ പ്രവചനം 53 അധ്യായം 5 വാക്യത്തിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. യെശയ്യാ പ്രവചനം 53 അധ്യായം 5 വാക്യമാണ് നാം കേട്ടത്. നമ്മുടെ പാപവും ശാപവും യേശുവിൻ്റെ മേൽ യേശുവിൻ്റെ അനുവാദത്തോടെ പിതാവാം ദൈവം ചുമത്തിയത് പീലാത്തോസിനോ
മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ശക്തികൾക്കോ മനസ്സിലായില്ല. ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അത് മനസ്സിലാക്കിയില്ല. അവർ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നുവെന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം കാൽവരി ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയും. നിത്യനരകത്തിൽ നിന്നുള്ള നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ഗത്സമന മുതൽ കാൽവരി ക്രൂശ് വരെ യേശു അനുഭവിച്ച വ്യതയും വ്യസനവും നിന്ദയും എല്ലാം. അതിന് കാരണം നമ്മുടെ പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ ശാപവുമായിരുന്നു എന്ന് പൂർണ്ണ തോതിൽ നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് പൂർണ്ണ തോതിൽ ഗ്രഹിക്കുവാൻ കഴിയൂ. അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ മരണശേഷം യേശു നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടത, ദൈവത്തിൻ്റെ ആ സ്നേഹം പൂർണ്ണ തോതിൽ നാം ഗ്രഹിക്കും. നരകത്തിൽ പോകുന്നവരാണെങ്കിലും സ്വർഗത്തിൽ പോകുന്നവരാണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമായി ഗ്രഹിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. നരകത്തിലെ ചൂടിനേക്കാളും നരകത്തിലെ വേദനയെക്കാളും സ്വസ്ഥതയില്ലായ്മയെക്കാളും അവിടെ ചെന്നെത്തുന്ന ആത്മാക്കൾ വേദനിക്കുന്നത് ദൈവം ഒരുക്കി ഇത്ര വലിയ രക്ഷ നിസാര സുഖങ്ങൾക്ക് വേണ്ടി നഷ്ടമാക്കിയല്ലോ എന്നോർത്തായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവസ്നേഹത്തിനോടൊപ്പം ദൈവത്തിൻ്റെ ബാലശിക്ഷയുമുണ്ടെന്ന് നാം മുൻപ് കേട്ടു. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ എന്ന് എബ്രായർക്കെതിരെ ലേഖനം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവസ്നേഹത്തിലുള്ള ശിക്ഷ ചിലപ്പോൾ രോഗമായോ ക്ഷീണമായോ ഒക്കെ വെളിപ്പെട്ടേക്കാം. എന്നാൽ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ച കർത്താവ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ ദൈവമകളെ നമ്മെ ആദരിക്കാതിരിക്കുകയില്ല. അവൻ നമ്മെ വിടുവിക്കും, അവൻ നമ്മെ സഹായിക്കും. കാരണം അവൻ വിശ്വസ്തനും നീതിമാനും വാക്കു മാറാത്തവനുമാണ്. ശക്തനും ശ്രേഷ്ഠനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ യേശു ഇന്ന് നമ്മുടെ സ്നേഹിതനാണ്. അവൻ്റെ ജീവനേക്കാൾ ഉപരി നമ്മെ സ്നേഹിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ സ്നേഹത്തെ നാം സ്വീകരിക്കണമെങ്കിൽ നാം അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കണം. യേശുവിൻ്റെ കൽപ്പനകൾ നമുക്ക് അനുസരിക്കുവാൻ കഴിയണമെങ്കിൽ സകല ദുർമാർഗത്തിൽ നിന്നും നമ്മുടെ കാലുകൾ വിലക്കണമെന്ന് 119-ാം സങ്കീർത്തനം 101-ാം വാക്യത്തിൽ നമുക്ക് ബുദ്ധിയുപദേശം തരുന്നു. തന്നെയുമല്ല പാപത്തോട് പോരാടി നാം ജയിക്കേണ്ടതും അത്യാവശ്യമാണ്. എന്നാൽ നിശ്ചയമായും നമുക്ക് യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുവാനും സമാധാന ജീവിതം നയിക്കുവാനും യേശു നമ്മെ ശക്തരാക്കും. യേശു സമാധാന പ്രഭുവാണ്. അവൻ നമ്മെ ആശ്വസിപ്പിക്കും, അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ വിടുവിക്കും. ആകയാൽ ദൈവവചനമായ ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെയായിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. നിത്യജീവന അവകാശികളായി തീരുവാൻ തക്കവണ്ണം അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് അങ്ങേ സ്നേഹിപ്പാൻ വേണ്ട ദൈവകൃപ അടിയനെ കേൾക്കുന്ന അങ്ങനെ മക്കൾക്കും തന്ന് സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.